9 മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റ് കിടന്ന ആളാണ്. 9 മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഓക്കേ. ഈ ആക്സിഡന്റ് ശേഷം ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വഞ്ചൂർ ഭാഗത്ത് വെച്ച് ഞങ്ങൾക്ക് ഈ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. 5 വർഷത്തോളം അടുപ്പിച്ചായി. അപ്പോൾ വൈഫിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്കായിരുന്നു നടുവിനൊരു പെയിനും 2 വിരലിനും, കാരണം വണ്ടി ഇങ്ങനെ ഹാൻഡിൽ പിടിച്ചിരുന്നതിൻ്റെ ഓട്ടോ കൊണ്ട് ഇടിച്ചതാണ്. 2 വിരലിനും പ്രശ്നം ഉണ്ടായിരുന്നു. ഫസ്റ്റ് 2 കൈ ഉയർത്താൻ പറ്റുമ്പോൾ ഞാൻ സാധാരണ ഒരു കൈ എനിക്ക് ഉയർത്താൻ പറ്റും. അത് വൈഫിന് അറിയാം. ഞാൻ ഒരു കൈയെ പൊങ്ങുള്ളൂ. ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഇവിടെ 2 കൈ ഉയർത്താൻ പറ്റും. ഈ ബ്രദർ 4 വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു പാസ്റ്റർ. ഇപ്പോൾ ഇവിടെ നടുവിന് ബുദ്ധിമുട്ടുള്ളവർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ ഈ ബ്രദറിൻ്റെ വൈഫ് പറഞ്ഞു ഫ്രണ്ടിലോട്ട് ചെല്ല് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ ദേവദാസൻ പ്രാർത്ഥിച്ച സമയത്ത് ഈ ശരീരത്ത് ഒരു തണുപ്പ് പോലെ വന്നു. പക്ഷേ ഇപ്പോൾ ഈ ബ്രദർ പറയുന്നത് ഈ 4 വർഷമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല, ദൈവം പൂർണ്ണമായി സൗഖ്യം കൊടുത്തു. സഹോദര, ഇത് ഈ പുള്ളിയെ കൊണ്ട് വല്ലതും പറഞ്ഞ് പറയിപ്പിച്ചാണോ? മൈക്ക് കൊടുക്കണം. ജനറൽ ഹോസ്പിറ്റൽ അതുവഴി ഞാനും വൈഫ് കൂടെ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ 2 ബൈക്കിൽ നിന്ന് വീണായിരുന്നു. എനിക്ക് ജനറൽ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വഞ്ചൂർ ഭാഗത്ത് വെച്ച് ഞങ്ങൾക്ക് ഈ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. 5 വർഷത്തോളം അടുപ്പിച്ചായി. അപ്പോൾ വൈഫിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്കായിരുന്നു നടുവിനൊരു പെയിനും 2 വിരലിനും, കാരണം വണ്ടി ഇങ്ങനെ ഹാൻഡിൽ പിടിച്ചിരുന്നതിൻ്റെ ഓട്ടോ കൊണ്ട് ഇടിച്ചതാണ്. 2 വിരലിനും പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈഫാണ് പറഞ്ഞത് ഇതാ വിളിക്കുന്നു പോകാൻ പറഞ്ഞത്. എന്ത് ആ വിശ്വാസമുള്ള ഭാര്യ, എന്ത് ഈ വിശ്വാസമുള്ള അമ്മമാര്, വിശ്വാസമുള്ള ഭാര്യമാര്, വിശ്വാസമുള്ള അപ്പന്മാര്, വിശ്വാസമുള്ള പാസ്റ്റർമാരൊക്കെ വലിയ അനുഗ്രഹമാണ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി ഹല്ലേലൂയ. ആൻറ്റി, നിങ്ങൾക്ക് 2 പേർ കൂടെയാണ് ആക്സിഡന്റ് ഉണ്ടായത്. നിങ്ങളുടെ ഹസ്ബൻഡിന് നട്ടലിന് പ്രശ്നം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പം പുള്ളി മുന്നോട്ട് വരാതിരുന്നപ്പോൾ പോയി ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞോ? ഇനി ഞാൻ ബ്രദറിനോട് ചോദിക്കുന്നു, ഈ മുന്നിൽ വന്ന് നിന്നിപ്പോൾ ഈ ഹീലിംഗ് പ്രയറിൽ പങ്കെടുത്തപ്പോൾ എന്താണ് യേശു ക്രിസ്തുവിൽ താങ്കൾക്കുണ്ടായ അനുഭവം? 2 കൈ ഉയർത്താൻ പറ്റുമ്പോൾ ഞാൻ സാധാരണ ഒരു കൈ എനിക്ക് ഉയർത്താൻ പറ്റും. അത് വൈഫിന് അറിയാം. ഞാൻ ഒരു കൈയെ പൊങ്ങുള്ളായിരുന്നു. ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഇവിടെ 2 കൈ ഉയർത്താൻ പറ്റും. കൈ അടിക്കുന്നെങ്കിൽ ചൊവ്വ. Praise Jesus. Come on, praise Jesus. ഈ കൈക്ക് സഹായം വേണമായിരുന്നോ ലിഫ്റ്റ് ചെയ്യാൻ? 9 മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റ് കിടന്ന ആളാണ്. 9 മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഓക്കേ. ഈ ആക്സിഡന്റ് ശേഷം ഓക്കേ. ഈ കൈക്ക് നല്ല മരവിപ്പ് ഉണ്ടായിരുന്നു. വീണ്ടും വണ്ടി ഓടിക്കാൻ. അപ്പോൾ ഈ കര എത്രത്തോളം ഉയരുമായിരുന്നു? പിടിച്ചുയർത്തണമായിരുന്നോ അതോ? ഉയരും, പക്ഷെ നമുക്ക് ഒരു സെക്കൻഡ് 2 സെക്കൻഡ് ഇങ്ങനെ പിടിച്ച് വെക്കാൻ പറ്റില്ല. കൈ അപ്പുറത്തേക്ക് കൈ താഴെ പോകും. ഒന്ന് ഉയർത്തി പിടിച്ചേ. ഞാൻ കൗണ്ട് ചെയ്യാൻ പോകും. ഉയർത്തി പിടിച്ച് 1 സെക്കൻഡിൽ കൂടുതൽ 2 സെക്കൻഡിൽ കൂടുതൽ കൈ ഉയർത്താൻ പറ്റില്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Put your hand to the Lord and praise the Lord. Worship Jesus. Praise you, Jesus. Hallelujah. You are healed in the name of Jesus.